ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ല എന്ന് ലോകം കരുതിയ ഒരു കാര്യം പാകിസ്ഥാൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ പലവട്ടം ആവശ്യപ്പെട്ട കാര്യം, ലോകരാജ്യങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ട കാര്യം, ഇന്ത്യ അടിക്കടി ആവശ്യപ്പെടുന്ന കാര്യം ഇപ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നു. അത് വേറൊന്നുമല്ല, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെ പൂട്ടി പലതും പോയിക്കഴിഞ്ഞിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെ ബഹാവൽപൂർ ആസ്ഥാനമായ ജാമിയ സുബ്ഹാൻ അൽഹ, അതാണ് ഇന്ത്യ ആദ്യം ആക്രമിച്ച ഭീകര കേന്ദ്രം. അത് ഇതുവരെ തുറന്നിട്ടില്ല. ചെറുതും വലുതുമായ ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെ പൂട്ടിപ്പോയിരിക്കുകയാണ്. അതിന് കാരണം ഇന്ത്യൻ അതിർത്തിയിൽ 100 കിലോമീറ്റർ അകലെയായിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ ജാമിയ സുബ്ഹ അല്ലാഹ് എന്ന് പറയുന്ന ഈ സ്ഥാപനം. അതിനു നേരെ ആക്രമണം ഉണ്ടാകുകയും മസൂദ് അസറിന്റെ കുടുംബത്തെ ഉൾപ്പെടെ ഇല്ലാതാക്കുകയും ചെയ്ത ഇന്ത്യൻ ആക്രമണത്തിൽ പകച്ചുപോയ ഭീകരർ ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ പൂട്ടി സ്ഥലം വിടുകയാണ്. മദ്രസകൾ, മസ്ജിദുകൾ എന്ന പേരിലാണ് പല ഭീകര പരിശീലന കേന്ദ്രങ്ങളും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രവർത്തനം നിലച്ചു എന്നുള്ള വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വെള്ളം കൂടി മുട്ടിച്ചും അടിക്ക് കുടുംബത്ത് കയറി അടിച്ച് നിലംപരിശാക്കിയുമൊക്കെയുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് നരേന്ദ്രമോദി ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നതും, ഭീകരാക്രമണം നടത്തിയാൽ കുടുംബം തന്നെ ഇല്ലാതാക്കുമെന്ന് ആ ഒരു ഭയം ഭീകരർക്കിടയിൽ ജനിച്ചതുമാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് കാരണം. ന്യൂസ് ഡെസ്ക് മലയാളം.